ശ്രീ KVS ഹരിദാസ്, ഈ ചർച്ചയിൽ കോൺഗ്രസിന്റെ പ്രതിനിധികൾ ആരും പങ്കെടുക്കുന്നില്ല. അവരോട് വിഷയം അവതരിപ്പിച്ചപ്പോൾ അവർ നൽകിയ മറുപടി എന്ന് പറയുന്നത് ഇത് മറ്റു മാധ്യമങ്ങളൊന്നും ചർച്ചയ്ക്ക് എടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഈ വിഷയത്തിൽ താല്പര്യമില്ല ജനം ടിവിയോട് പ്രതികരിക്കാനെന്നാണ്. ജനം ടിവി പക്ഷേ ഇത് വിഷയമായി തന്നെ എടുക്കുന്നു. വരും ദിവസങ്ങളിൽ മറ്റ് മാധ്യമങ്ങളും ഇത് ചർച്ചാ വിഷയമാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അത്രത്തോളം ഗൗരവതരം തന്നെയാണ്. എന്തായാലും കോൺഗ്രസ് ഇതേതു രീതിയിലായിരിക്കും പ്രതിരോധിക്കുക? കാരണം നിർണായക തെളിവുകളടക്കം ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ കയ്യിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. 2013 സോണിയ ഇറ്റലി ബന്ധം ഉപയോഗിച്ച് മറച്ചുവെച്ച രേഖകളാണ് ഇപ്പോൾ ഭാരതത്തിന്റെ കൈവശം എത്തിയിരിക്കുന്നത്. ഇതേതു രീതിയിലായിരിക്കും ഈ പ്രമുഖ കോൺഗ്രസ് കുടുംബത്തെയും അവർക്ക് ഒത്താശ ചെയ്ത രാഷ്ട്രീയ ഇടനിലക്കാരെയും ഒപ്പം ഇതിൽ ഭാഗഭാക്കായ ഉദ്യോഗസ്ഥ വൃന്ദത്തെയും ബാധിക്കുക? ഇതൊരു സുപ്രധാന ഘട്ടമാണ് ഈ അഴിമതിയുടെ കാര്യത്തിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മളൊക്കെ കണ്ടും കേട്ടും വരുന്ന ഒരു സംഭവമാണ്. നിങ്ങളുടെ റിപ്പോർട്ടിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തെ പ്രധാനപ്പെട്ട വ്യക്തികൾക്ക്, പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും VIP-മാർക്കും ഒക്കെ രാജ്യത്ത് സഞ്ചരിക്കാൻ ആധുനികമായ ഹെലികോപ്റ്ററുകൾ വേണം എന്നുള്ള നിർദ്ദേശം ആദ്യം ഉയർന്നത് വാജ്പേയി സർക്കാരിൻ്റെ കാലത്താണ്. അന്ന് ഇന്ത്യൻ എയർഫോഴ്സുമായിട്ടും മറ്റു വിദഗ്ധന്മാരുമായിട്ടൊക്കെ ആലോചിച്ചിട്ട് 6000 അടി ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന വിമാനം വേണം എന്ന് തീരുമാനിച്ചിരുന്നു. ഈ 6000 അടി എന്ന് തീരുമാനിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം സിയാച്ചിനിൽ പോലും നമുക്ക് എത്തിപ്പെടാൻ പ്രയാസമില്ലാതെ എത്തിപ്പെടാൻ കഴിയണം. മലനിരകളിൽ നമുക്ക് VIP-മാരുടെ യാത്ര മാത്രമല്ല, മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ഇത് ഉപയോഗിക്കാൻ കഴിയണം. അതുകൊണ്ടാണ് അത് എയർഫോഴ്സിനെ ഏൽപ്പിക്കാനും തീരുമാനിച്ചത്. പക്ഷേ വാജ്പേയി ഗവൺമെൻറ് കാലത്ത് അതിൻ്റെ പർച്ചേസോ ഡീലുകളോ ഒന്നും നടന്നില്ല. UPA വന്ന സമയത്ത് ആ ഫയൽ പൊക്കിയെടുത്ത് അവരതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. അന്നാണ് ഓഗസ്റ്റ വെസ്റ്റ്ലാൻഡ് രംഗപ്രവേശം ചെയ്യുന്നത്. അവർക്ക് 6000 അടി മീറ്റർ ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന വിമാനങ്ങളില്ല. അപ്പോൾ അവർ 4500 മീറ്റർ എന്നുള്ള ഒരു സംവിധാനം കൊണ്ടുവന്നു, അല്ലെങ്കിൽ നിയന്ത്രണം കൊണ്ടുവന്നു. പിന്നീട് ഈ കേസ് ഫയൽ പരിശോധിച്ചാൽ അറിയാം, നമ്മുടെ ഡൽഹിയിലെ ഉദ്യോഗസ്ഥന്മാർ ഓഗസ്റ്റ വെസ്റ്റ്ലാൻഡിന് ഈ കരാറ് കൊടുക്കാൻ, ഈ ഓർഡർ കൊടുക്കാൻ ആവശ്യമായ വിധത്തിൽ നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. ആദ്യം ഉണ്ടായിരുന്ന ഈ എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർ, മേധാവിമാരൊക്കെ അതിനെ എതിർത്തു. അതും റെക്കോർഡിലുണ്ട്. പിന്നീട് SP ത്യാഗി എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ തലവനായിട്ട് വന്നതിന് ശേഷമാണ് ഈ ധാരണാപത്രം ഉണ്ടാകുന്നത്. 4500 മതി എന്ന് അദ്ദേഹം സർട്ടിഫൈ ചെയ്യുന്നു. ഇപ്പോൾ കേസിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കൾ ഉൾപ്പെടെ, ഡിഫൻസ് പർച്ചേസിൻ്റെ ചുമതലയുള്ള സെക്രട്ടറി ഉൾപ്പെടെ ഇൻവോൾവ് ആയിട്ടുണ്ട്. അത് മുഴുവൻ പുറത്തു വന്നിട്ടുണ്ട്. ഇവിടുത്തെ പ്രശ്നം അതൊന്നുമല്ല. ഈ കോൺഗ്രസിൻ്റെ തലപ്പത്തുള്ള കുടുംബമുണ്ടല്ലോ, അവർ അഴിമതിയുടെ മൂർത്തിമൽ പാവങ്ങളാണ് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടെന്ന് ഇനി പറയാൻ കഴിയില്ല. ഓഫീസിൻ്റെ കാലത്ത് നമ്മൾ കണ്ടതാണ്. ഇതേപോലെ ഒരു രഹസ്യ ഇടപാടായിരുന്നു. പക്ഷേ അത് ആരോരും അറിയാതെ ഒരു റേഡിയോ, സ്വിസ് റേഡിയോയുടെ സന്ദേശത്തിലൂടെയാണ് അതന്ന് പുറത്തു വന്നത്, ലോകമറിഞ്ഞത്. അവസാനം രാജീവ് ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതത്തിന് അറുതി വരുത്തുന്ന നിലയിലേക്ക് അത് കൊണ്ടുചെന്ന് എത്തിച്ചു. കോൺഗ്രസ്സുകാർ മുഴുവൻ നട്ടം തിരിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അഴിമതി ആരോപണങ്ങൾ കൊണ്ട്. അതിനൊക്കെ ശേഷവും ഈ കൂട്ടര്, ഇതേ കുടുംബം ഏതെല്ലാം വിധത്തിൽ പണമുണ്ടാക്കാമോ അതിനൊക്കെ ശ്രമിച്ചു എന്നതിനുള്ള പുതിയ സാക്ഷ്യപത്രമാണ് ഓഗസ്റ്റ വെസ്റ്റ്ലാൻഡ്. ഇതിൽ ഇറ്റാലിയൻ കോടതിയിലൊരു കേസ് വന്നു എന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ ഇറ്റലിയിലെ നിയമം അനുസരിച്ച് കോഴ കൊടുക്കുന്നത് തെറ്റാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ കേസെടുത്തത്. ആ കേസിൽ 2 കോടതികൾ സമ്മതിച്ചു, തെറ്റ് പറ്റിയിട്ടുണ്ട്, കോഴ കൊടുത്തിട്ടുണ്ട്, ശിക്ഷിച്ചു.
പിന്നീടാണ് രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായത്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ഇറ്റലിയിൽ ഉണ്ടായത്. ഇറ്റലിയുമായിട്ടുള്ള നമ്മുടെ ഈ പറയുന്ന കുടുംബത്തിൻ്റെ ബന്ധങ്ങളും നമുക്കറിയാലോ. അതെ. അവസാനം ഇറ്റാലിയൻ ഗവൺമെൻറ്റും അവിടുത്തെ കോടതിയും ചേർന്ന് അനിതര സാധാരണമായ ഒരു ഉത്തരവിറക്കി. സാധാരണ കോടതിയുടെ ജഡ്ജ്മെൻറ്റ്സ് ഒക്കെ പബ്ലിക് ഡൊമൈനിലുള്ളതാണ്. ഇറ്റ്സ് എ പബ്ലിക് ഡോക്യുമെൻറ്റ്. അത് ലോകമെമ്പാടും ഒരേ നിലപാടാണ് അക്കാര്യത്തിൽ. പക്ഷേ ഈ പർട്ടിക്കുലർ ജഡ്ജ്മെൻറ്റ് പുറത്ത് പോയിക്കൂടാ. അത് ഫ്രീസ് ചെയ്യാനുള്ള തീരുമാനം കോടതിയെ കൊണ്ട് എടുപ്പിച്ചു. അതിൻ്റെ പിന്നിൽ അന്നത്തെ ഇറ്റാലിയൻ ഗവൺമെൻറ് ആയിരുന്നു. കാരണം ആ ജഡ്ജ്മെൻറ്റിൽ സോണിയാഗാന്ധിയുടെയും അഹമ്മദ് പട്ടേലിൻ്റെയും ഉൾപ്പെടെ പേരുകളുണ്ടായിരുന്നു. മൻമോഹൻ സിംഗിൻ്റെ സുരക്ഷാ ഉപദേഷ്ടാവായിരുന്ന MK നാരായണൻ്റെയും ഒക്കെ പേരുകളുണ്ടായിരുന്നു. അത് പുറത്തു വന്നാൽ ഉണ്ടാകാവുന്ന കോലാഹലം പ്രതീക്ഷിച്ചിട്ടാണ് ഇത്തരം നികൃഷ്ടമായ നടപടികളിലേക്ക് അവർ പോയത്. ഇപ്പോൾ നരേന്ദ്രമോദി പുറത്തു കൊണ്ടുവരാൻ പോയിട്ടുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടെന്ന് നമ്മളൊക്കെ വിചാരിക്കുന്നത് ആ ജഡ്ജ്മെൻറ്റും അതിനോടനുബന്ധമായ രേഖകളുമാണ്. എങ്ങനെയാണ് ആ കോടതി ഈ കോഴ കൊടുത്തു, അഴിമതി നടന്നു എന്ന് ഒരു നിലപാടിലേക്ക് എത്തിയത് എന്ന് കാണിക്കുന്ന രേഖകൾ സഹിതമാണ് ഇപ്പോൾ മോഡിയുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് എന്ന് വിശ്വസിക്കാനാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന കോളിളക്കം അത് പറഞ്ഞറിയിക്കുക വയ്യ എന്നതേ ആദ്യ റൗണ്ടിൽ എനിക്ക് പറയാനുള്ളൂ. അതെ, തീർച്ചയായും.